അറസ്റ്റ് ഭയന്ന് ജനുവരി 27-ന് പോളണ്ടിൽ നടക്കുന്ന ഹോളോകോസ്റ്റ് അനുസ്മരണ പരിപാടിയിൽ പ്രവേശിക്കാനാകാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് നെതന്യാഹുവിനും ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോടതിയുടെ ഭാഗമായ 12-ലധികം രാജ്യങ്ങളിൽ എവിടെ പോയാലും അവിടെ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. തങ്ങളുടെ നാട്ടിൽ പ്രവേശിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് കൈമാറുമെന്ന് വിവിധ രാജ്യങ്ങൾ ഇതിനോടകം പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു. ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ഉൾപ്പെടെ നിരവധി ലോക നേതാക്കളും രാഷ്ട്രീയ തലവന്മാരും അനുസ്മരണ ദിനത്തിൽ പോളണ്ടിലേക്ക് എത്തും. എന്നാൽ ഇതിൽ നിന്നും നെതന്യാഹു വിട്ടുനിൽക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. പോളണ്ടിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് കൈമാറുമെന്ന ഭയമാണ് നെതന്യാഹുവിനെന്ന് പോളണ്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരി 27-നാണ് അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനം. 1945 ജനുവരി 27-ന് 1 ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട അധിനിവേശ പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പും ഉന്മൂലന ക്യാമ്പുമായിരുന്നു ഇത്. സോവിയറ്റ് റെഡ് ആർമി വിസുലയുടെ കാലത്ത് മോചിപ്പിച്ചു. ഇതേ ദിവസം, അതായത് ജനുവരി 27 അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനമായി ആചരിച്ചു വരുന്നു. വിമോചന ദിവസത്തിന്റെ വാർഷികം ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനമായി അംഗീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആകെ 124 രാജ്യങ്ങൾ അംഗങ്ങളാണ്. ഇതിൽ ഏറിയ പങ്കും യൂറോപ്യൻ രാജ്യങ്ങളാണ്. മധ്യ യൂറോപ്പിലെ പോളണ്ടും ഇതിൽപ്പെടുന്നു. അതിനാൽ തന്നെ പോളണ്ടിലെത്തിയാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പോളണ്ടിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാവ് ബാർട്ടോസെവ്സ്കി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ തീരുമാനങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പോളണ്ടിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാവ് ബാർട്ടോസെവ്സ്കി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അധികാരികൾ പോളിഷ് അധികൃതരുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല.